السلام عليكم. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസ് എന്നോട് ചോദിച്ചു, സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഈ സ്ത്രീയിലേക്ക് നോക്കിക്കൊള്ളുക. കറുത്ത് കരിമ്പിച്ചിയായ ഒരു പെണ്ണ് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതാ ഈ സ്ത്രീയിലേക്ക് നോക്കിക്കോളൂ. എന്നിട്ട് പറയുന്നു, ഹാദിഹിൽ മർഅത്തു സൗദാ അതത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പെണ്ണ് സ്വർഗക്കാരിയാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ സ്ത്രീ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു. ഫഖാലത്, എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, ഇന്നി ഉസ്റഉ, നബിയെ എനിക്ക് ബോധക്കേടുണ്ടാകാറുണ്ട്, അവസ്മാരമുള്ള ഒരു രോഗിയായിരുന്നു. അവസ്മാരം വരുന്ന സമയത്ത് ബോധം കെട്ട് ഞാനങ്ങ് വീഴും. മാത്രമല്ല ഇന്നി അതകശഫ്, വീണ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭൂമിയിൽ ഇങ്ങനെ ഉരുണ്ടു പോകുമ്പോൾ എൻ്റെ ഔറത്തെല്ലാം വെളിവാകും. അത് കഴിഞ്ഞിട്ട് ജനങ്ങൾ വട്ടം കൂടിയിരുന്ന് ചിരിക്കുന്ന രംഗം കാണുമ്പോൾ മാനസികമായി എനിക്ക് വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലി, എൻ്റെ രോഗം മാറാൻ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കറുത്ത പെണ്ണ് വന്നിട്ട് ഒരിക്കൽ പറയുകയുണ്ടായി. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇൻ ശിഇതി സബർതി വലക്കിൽ ജന്ന, നീ ഈ രോഗം കൊണ്ട് ക്ഷമിച്ച് മുന്നേറുകയാണെങ്കിൽ അല്ലാഹു തആല നിനക്ക് സ്വർഗം തരും. അതേസമയം വഇൻ ശിഇതി ദഅവതുല്ലാഹ അൻ യുആഫിയകി, നീ ഉദ്ദേശിക്കുന്നത് ഞാൻ ദുആ ചെയ്ത് സുഖം വരുത്തലാണെങ്കിൽ ഞാൻ നിനക്ക് ദുആ ചെയ്യാം. എന്ത് വേണം? ഈ രോഗത്തിലൂടെ നീ ക്ഷമിച്ചങ്ങ് മരണപ്പെട്ടു പോയാൽ നിനക്ക് സ്വർഗമുണ്ട്. ഞാൻ ദ്വാരുന്നാൽ രോഗം മാറും, വേണമെങ്കിൽ ദ്വാരക്കാം. അതല്ല സ്വർഗമാണ് എനിക്ക് താല്പര്യമെങ്കിൽ നിനക്ക് ഇതിൽ ക്ഷമിച്ച് ജീവിക്കുകയും ചെയ്യാം. ഫഖാലത്ത്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അസ്ബിറു നബിയെ, എന്നാൽ ഞാൻ ക്ഷമിച്ച് ജീവിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഫഖാലത്ത് ഇന്നി അതകശഫ് ഫദ്ഉല്ലാഹ അല്ലാ അതകശഫ, എൻ്റെ രോഗം മാറിയില്ലെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ബോധരഹിതയായി വീഴുമ്പോൾ ഭൂമിയിൽ ഇങ്ങനെ ഉരുണ്ടു പോകുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകുമല്ല നബിയെ, അതുകൊണ്ട് ഔറത്ത് വെളിവാകാതിരിക്കാൻ എനിക്ക് ദുആ ചെയ്ത് തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഫദഅ ലഹാ, അങ്ങനെ നബി തങ്ങൾ അതിനു വേണ്ടി ദുആ ചെയ്തു. ആ പെണ്ണ് വളരെ സംതൃപ്തിയോടുകൂടെ തിരിച്ചു പോവുകയും ചെയ്തു. അതാണ് ഈ സ്ത്രീയെക്കുറിച്ച് ഞാൻ സ്വർഗാവകാശിയാണെന്ന് പറയാനുള്ള കാരണമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിങ്ങൾ നോക്കൂ, അപ്പോൾ അല്ലാഹു തആല ചിലപ്പോൾ ചില രോഗങ്ങൾ ചില ആളുകൾക്ക് നൽകും. ചികിത്സിച്ചാലൊന്നും എത്ര ചികിത്സിച്ചാലും അതിന് മാറ്റം വരില്ല. അപ്പോൾ നമ്മൾ ആ രോഗം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പെറുപുരുത്ത് പോകരുത്. ഏത് രോഗമായാലും ശരി, നമ്മൾ ആ രോഗത്തോടുകൂടെ ക്ഷമിച്ച്, ഇത് അല്ലാഹു എനിക്ക് നൽകിയ ഒരു രോഗമാണ്, അതുകൊണ്ട് ഞാനതിന് ക്ഷമിക്കുക. നമ്മൾ നിസ്കരിക്കുന്നത് പോലെ, നോമ്പനുഷ്ഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം പോലെ അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുമ്പോഴും ഒരുപാട് കൂലിയുണ്ട്. കണ്ടോ, ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബോധരഹിതയായി ഞാൻ വീണിട്ടെൻ്റെ ഔറത്ത് വെളിവായി ജനങ്ങളത് കണ്ട് ചിരിക്കുന്ന ഒരു ദയനീയമായ രംഗം. അതുകൊണ്ട് ഈ രോഗം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ദ്വാരുന്ന രോഗം മാറും, പക്ഷേ ഈ രോഗം ക്ഷമിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗവും കിട്ടും. എന്ത് വേണം? അപ്പോഴാണ് പറഞ്ഞത്, രോഗം ഞാൻ ക്ഷമിച്ചോളാം, എന്നാലും വീണ് കഴിഞ്ഞ് എൻ്റെ അമൃത്ത് വെളിവായി ബാക്കിയുള്ളവർ കണ്ട് ചിരിക്കുന്ന ആ അവസ്ഥ, അതിനൊരു മാറ്റം വേണം, അതിനു വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു. നബി തങ്ങൾ ദുആ ചെയ്താൽ, ഒരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആ അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞ് അല്ലാഹുവിനോട് ദുആരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ നമ്മൾ ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി ദുആരിക്കുമ്പോൾ അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്നതാണ്. ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പല പ്രാവശ്യം എൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, പക്ഷേ എൻ്റെ ഉമ്മ അതൊന്നും കേട്ടില്ല. ഒരു ദിവസം ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വെറുപ്പുണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് കേൾക്കാൻ ഇടയായി. അപ്പോൾ എനിക്ക് വലിയ സങ്കടം വന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ കരഞ്ഞുകൊണ്ട് സമീപിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്നി കുൻതു അദ്ഉ ഉമ്മി ഇലൽ ഇസ്ലാം, എൻ്റെ ഉമ്മയെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് നബിയെ. ഫതഅബ അലയ്യ, ഉമ്മയെപ്പോൾ ക്ഷണിച്ചാലും തിരസ്കരിക്കും. ഇന്ന് ഞാൻ ഉമ്മയുടെ അരികിൽ ചെന്നിട്ട് ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫഅസ്മഅത്നി ഫീക മാ അക്റഹു, എനിക്ക് കേൾക്കാൻ ഒരു താല്പര്യവുമില്ലാത്ത വാക്കുകൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേൾക്കാനിടയായി നബിയേ. അതുകൊണ്ട് ഫദ്ഉല്ലാഹ അൻ യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ, ഈ പാവപ്പെട്ട അബൂ ഹുറൈറയുടെ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സഹാബിയാണ്, റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കേൾക്കാത്തവരുണ്ടാവുകയില്ല. ചേകനൂർ മൗലവി 3 വക്തേ ഇസ്ലാം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രംഗപ്രവേശം ചെയ്ത് ഇസ്ലാമിൻ്റെ കുറേ നിയമങ്ങൾ വെട്ടിച്ചുരുക്കിയപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്ത പണി അബൂ ഹുറൈറ ദീനിൽ തെളിവല്ല എന്ന് സമർത്ഥിക്കലായിരുന്നു. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് നിരാകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഒരുപാട് അയാൾക്ക് വേണ്ട പോലെ നിരങ്ങാൻ കഴിയും. അപ്പോൾ അബൂ ഹുറൈറ കള്ളനാക്കി അദ്ദേഹം ആദ്യം ചിത്രീകരിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പക്ഷേ ആദ്യകാലത്ത് തൻ്റെ ഉമ്മ ഇസ്ലാം വിരോധിയായിരുന്നു. പല പ്രാവശ്യം ക്ഷണിച്ചു. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറയുന്ന വാക്ക് കേട്ടിട്ട് വല്ലാതെ വേദനിച്ചു പോയി. നബി തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മയെ നീ ഹിദായത്തിലാക്കണേ അല്ലാഹ്. ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ. അബൂ ഹുറൈറത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ പൂച്ച എന്നാ, കുഞ്ഞിപ്പൂച്ച. കുഞ്ഞിപ്പൂച്ചയുടെ പിതാവ് എന്നാണ് അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച പേരായതുകൊണ്ട് എനിക്ക് ആ പേര് വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് താല്പര്യപ്പെടുന്നത് അത് താല്പര്യപ്പെടുക, അതാണ് സ്വഹാബത്തിന്റെ നിലപാട്. ഒരു പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ രംഗം കണ്ടപ്പോൾ അബൂ ഹുറൈറ എന്ന് വിളിച്ചുപോയി. പൂച്ചയുടെ പിതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ എനിക്ക് ആ പേര് മതി, അത് എൻ്റെ ഹബീബ് വിളിച്ച വിളിയാണ്, അതുകൊണ്ട് ഞാൻ ആ വിളിയെ ഇഷ്ടപ്പെടുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച് എപ്പോഴും കൂടെ നടന്നിരുന്ന ഒരാളായതുകൊണ്ട് കൂടുതൽ വിവരവും അറിവും നേടി. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ കേൾക്കുന്ന പല വിവരവും മറന്നു പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് പരിഹാരം വേണം. റസൂലുള്ളാഹി തങ്ങൾ ഒരു ഷാള് വിരിച്ചിട്ട് നിവർത്തി അങ്ങ് വിരിച്ചു. എന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ അതിലേക്ക് ഇങ്ങനെ കോരി കുറേ വാരിയിട്ടിട്ട് പറഞ്ഞു, ഇത് കൂട്ടിപ്പിടിച്ച് ഹൃദയത്തിൽ വെക്കാൻ പറഞ്ഞു.
അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് വാരിയിട്ട ഈ ഷോളിൻ്റെ 4 ഭാഗവും കൂട്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹൃദയത്തേക്ക് ഇങ്ങനെ അണിഞ്ഞു കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഫമാ നസീതു ബഅദഹു ഖത്തു, അതിനുശേഷം എന്താണ് മറവി എന്ന് എനിക്കറിയില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പം നബിതങ്ങളിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു സഹാബിയാണ്. പക്ഷേ ഉമ്മയുടെ കാര്യത്തിൽ വിഷമം പറഞ്ഞപ്പോൾ നബിതങ്ങളൊരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മയെ നീ ഹിദായത്തിലാക്കണമേ. ഫഖറജ്തു മുസ്തബ്ശിറൻ ബിദഅവതി നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ദുആ കേട്ടിട്ട് സന്തോഷത്തോടെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങിയപ്പോൾ فلما جئت فسرت إلى الباب فإذا هو مجاح فسمعت أمي خشب قدمي فقالت مكانك يا أبا هريرة. ഞാൻ വരുന്ന ഒച്ച കേട്ടിട്ട് ശബ്ദം കേട്ടിട്ട് ഉമ്മ വിളിച്ച് പറഞ്ഞു, നീ നിൽക്കുന്നിടത്ത് നിൽക്കുക, അവിടെ നിൽക്കിങ്ങോട്ട് കയറല്ലേ. അപ്പം എന്താ, കുളി കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഡ്രസ്സ് മാറ്റുന്ന ആ ഒരവസ്ഥയാണ്. വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. ഉമ്മ നല്ല വൃത്തിയായി കുളിച്ചു, എന്നിട്ട് വസ്ത്രങ്ങൾ ധരിച്ചു, മക്കനെ അണഞ്ഞു, വാതിൽ തുറന്നു, എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയാണ്, യാ അബാ ഹുറൈറ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുവാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ, മുഹമ്മദ് നബി അവിടുത്തെ ദൂതനും പ്രവാചകനും അടിമയുമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി പറയുന്നു എന്ന് എൻ്റെ ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലുന്ന മൊഴി ഞാൻ കേട്ടിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മടങ്ങി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ സങ്കടം കേട്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒറ്റ വെട്ടാണ് ഇതായിരുന്നു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ. അപ്പോഴേക്കത് തീരുമാനമായി. വീട്ടിലെത്തിയപ്പോഴോ ഷഹാദത്ത് കലിമ ചൊല്ലി കേൾക്കുന്ന രംഗമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടത്. ഫഅതൈതുഹു വഅനാ അബ്കീ മിനൽ ഫറഹ്, ഞാൻ സന്തോഷത്തോടെ കരഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിച്ചുപോയി. ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അബ്ശിർ ഖദ് ഇസ്തജാബ അല്ലാഹു ദഅവതക വഹദാ ഉമ്മ അബീ ഹുറൈറ. നബിയെ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. അബൂ ഹുറൈറയുടെ ഉമ്മ മുസ്ലിമായി നബിയേ. ഫഹമിദല്ലാഹ്, അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചു. വഖാല ഖൈറൻ. ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെയും പറഞ്ഞു, നബിയേ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ഒരു ദുആയും കൂടി ദ്വാരക്കണം. അയ്യുഹിബ്ബനി അന വ ഉമ്മി ഇലാ ഇബാദിഹിൽ മുഅ്മിനീന വയുഹബ്ബിബഹും ഇലൈനാ. മുഅ്മിനീങ്ങളായ ആളുകളുടെ ഹൃദയത്തിൽ ഞാനും എൻ്റെ ഉമ്മയും ഒരു ഇഷ്ടപ്രേമഭാചനമാകണം. മുഅ്മിനീങ്ങളോട് ഞങ്ങൾക്ക്, എനിക്കും എൻ്റെ ഉമ്മാക്കും നല്ല താല്പര്യവും സ്നേഹവും വേണം. അതിനൊന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആയിരുന്നു, അല്ലാഹുമ്മ ഹബ്ബിബ് ഉബൈദക ഹാദാ, പടച്ചവനെ നിന്റെ കുഞ്ഞു അടിമ, പൊന്നുമോൻ എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ ഇവനെ നീ ഇഷ്ടപ്പെടുത്തണമേ. ഇലാ ഇബാദിക്കൽ മുഅ്മിനീൻ, അല്ലാഹുമ്മ ഹബ്ബിബ് ഉബൈദക ഹാദാ വ ഉമ്മഹു ഇലാ ഇബാദിക്കൽ മുഅ്മിനീൻ വഹബ്ബിബ് ഇലൈഹിമുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അബൂ ഹുറൈറയെയും ഉമ്മയെയും സ്നേഹമിട്ട് കൊടുക്കണം. ഇവരുടെ രണ്ടുപേരുടെ ഹൃദയത്തിൽ മുഅ്മിനീങ്ങളോട് തിരിച്ചും സ്നേഹമിട്ട് കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ ഖുലിക മുഅ്മിനുൻ യസ്മഉ ബി വലാ യറാനി ഇല്ലാ അഹബ്ബനി. അബൂ ഹുറൈറയെ കേട്ട ഒരാൾ മുഅ്മിനാണെങ്കിൽ അവർ എന്നെ സ്നേഹിച്ചുകൊള്ളും, അതാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന രംഗം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ചേകനൂർ മൗലവി അബൂ ഹുറൈറയെ തള്ളിപ്പറഞ്ഞെങ്കിൽ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ അവിശ്വാസിയായിരിക്കുന്നു എന്ന്. അല്ലെങ്കിലും
ലോക മുസ്ലിമീങ്ങൾ ഇതുവരെ 5 വക്ത് നിസ്കാരമുണ്ടെന്ന് പറഞ്ഞ ആ ഇജ്മാഇന്, ഏകകണ്ഠിതമായ തീരുമാനത്തിനെതിരെ ഒരാൾ രംഗത്ത് വന്നാൽ അവൻ കാഫിറാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ നൽകുമ്പോൾ അതിൽ നാം ക്ഷമിക്കുക, സ്വാലിഹീങ്ങളായ ആളുകളോട് ദുആ ചെയ്യാൻ നാം പറയുക. മുഅ്മിനായ ഒരു മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അത് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സ്വീകരിക്കും എന്ന സന്ദേശമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എത്ര വലിയ പ്രതിസന്ധി പിടിച്ച ജീവിതമാണെങ്കിലും അല്ലാഹുവിനോട് നാം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും ദുആക്ക് വലിയ ഫലമുണ്ട്, ഉത്തരമുണ്ട്. ദുആയേക്കാൾ വലിയ ഒരു ആയുധം വിശ്വാസിയായ നമുക്ക് വേറെയില്ല. കുറേ പരീക്ഷണങ്ങൾ നമുക്ക് തരും അല്ലാഹു തആല. അത് പിന്നെയും 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 അല്ലാഹുവിലേക്ക് അടുത്ത് കാണുന്നതിന് വേണ്ടിയാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മുഅ്മിനായ മനുഷ്യൻ എന്നോട് ദുആ ചെയ്യുമ്പോൾ ജിബ്രീലിനെ വിളിച്ചിട്ട് ഞാൻ പറയും അദ്ദേഹത്തിന് ഇജാബത്ത് കൊടുക്കരുത്. പിന്നെയും അയാൾ ദുആ ചെയ്യും, അപ്പോഴും ഞാൻ പറയും അദ്ദേഹത്തിന് ഇജാബത്ത് കൊടുക്കരുത്. എന്തിനാ? അദ്ദേഹത്തിന് ഇജാബത്ത് കൊടുത്താൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രാർത്ഥനയും ഞാൻ കേൾക്കാതെ പോകും. എനിക്ക് എൻ്റെ അടിമയുടെ ആ ശബ്ദം കേൾക്കാൻ, ആ ദുആ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അത് ആവർത്തിക്കട്ടെ. നീ പെട്ടെന്ന് ഇജാബത്ത് കൊടുത്താൽ പിന്നെ അത് നിന്നുപോയാലോ, ഞാൻ കേൾക്കാതെ പോകുമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദുആക്കുള്ള ഇജാബത്ത് ഒരൽപ്പം പിന്തിപ്പിക്കണമെന്ന് ചില ആളുകളുടെ കാര്യത്തിൽ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തൻ്റെ റിസാലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിരന്തരമായി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിൽ വിജയിക്കാനും അതിൽ ക്ഷമിച്ചു മുന്നേറാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മുർ-റഹീമായ റബ്ബേ, താങ്ങാനാകാത്ത പരീക്ഷണങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനിന് നീ നല്ല ശക്തി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഹിദായത്ത് നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പും നിസ്കാരവും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.